ഇവിടെ രാത്രിയൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണം. അതിപ്പോൾ നിലത്തായാലും ബെഡിലായാലും പായലായാലും അങ്ങ് ഉറക്കമാണ് കേട്ടോ. ഞാൻ എന്നാ ചെയ്യുമെന്ന് പറഞ്ഞാൽ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്ക് നല്ലതുപോലെ തുടച്ചിട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു തടവുണ്ടാവും. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ടൈൽസ് ഒരു വൃത്തികെട്ട ടൈൽസ് ആട്ടെ. എത്ര തുടച്ചാലും ഒരു വൃത്തിയില്ലായ്മ തോന്നും. ദേ പിന്നെ നമ്മുടെ ഹസ്കിയാണ് കേട്ടോ ഈ കിടക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്ത് കിടക്കുന്ന നമ്മുടെ ആശു കോൺഫിഡൻറ്റ് കാര്യമാണ്. പിന്നെ അത് പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ പൊസിഷനൊക്കെ കാണിക്കും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അവളുടെ കിടപ്പെന്ന് പറയുമ്പോഴേക്ക് ഇടയ്ക്കിടയ്ക്ക് എണീക്കലും. അവൾക്ക് ഇതൊന്നും അല്ല കേട്ടോ. അവൾ ഓരോ സ്ഥലത്താണ് പെർമനൻ്റ് ആയിട്ട്. അവൾക്ക് ഒരു കറക്റ്റായിട്ടൊരു പൊസിഷനൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കട്ടിലിൽ പോയി കിടക്കും, പിന്നെ നിലത്ത് കിടക്കും. ഇങ്ങനെയൊക്കെ കേട്ടോ. നല്ല ചൂട്. പക്ഷേ രാത്രി ഇച്ചിരി ഇവിടെ തണവുണ്ട് കേട്ടോ. അടുത്ത ആൾ കിടക്കും. ഇത് പിന്നെ കഞ്ചാവാണ് കേട്ടോ, നമ്മുടെ ഹസ്കിയാണ്. എന്തോ വിളിച്ചാലും അനങ്ങിയാണ് കേട്ടോ. രാത്രി ഭയങ്കര അലേർട്ടാണ്. പക്ഷേ ഉറങ്ങിയാ പിന്നെ ഒന്നും പറയണ്ട, ശിവനേന്ന് പറഞ്ഞിട്ടുള്ള ഉറക്കമാണ്. പിന്നെ ഇതേ കിടക്കണം. ഇത് പിന്നെ വാഴ വെട്ടിയിട്ട പോലെ ഉറക്കം കേട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിനെ പോലെ കേട്ടോ. ജോബിൻ്റെ അനന്തരവളാണ്. ഉറക്കമെന്ന് പറഞ്ഞാൽ പിന്നെ വെല്ലാൻ ആരുണ്ടാവും.